ലോക്ക്ഡൌൺ മാറാണ്ട് തുറന്ന ഷഡ്യേ ആ നീ വർക്ക്ഷോപ്പ് തുറന്നോ? ഇല്ലളിയാ, ഈ എക്സൈസിന്റെ ജീപ്പ് പണിയാൻ വേണ്ടി തുറന്നതാ. ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അളിയാ, ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പോണിടെ വന്നിട്ടുണ്ടായി. ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു. എന്നാലും എന്റെ അളിയാ, നീ ആ കുപ്പി എവിടെടാ കൊണ്ട് താത്തിയെ? എന്റെ പൊന്നു ഷഡ്ഡി, എന്റെ കുപ്പിയൊന്നുമില്ല. നീ കഥ വിടളിയാ, എനിക്കെന്തായാലും വേണ്ട. ഞാൻ അടി ചവിട്ടിയാരെന്ന് എനിക്കറിയാലോ. നാട്ടുകാർ നല്ല സീനാ. ഒരു പെഗ് പോലും കൊടുക്കാത്തതിലും അവന്മാരെല്ലാം നല്ല കട്ട കലിപ്പിലാ. അളിയാ, നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളിയാ. നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെന്നെ കൊല്ലും. നീ എവിടെയാ? ഞാനിവിടെ നാട്ടിലുണ്ടാ. നീ എന്താ പരിപാടി? ഒന്നും പറയണ്ടാവേ. ഒരു 1.5 പെഗ്ഗരാന്ന് പറഞ്ഞിട്ടൊരു മേജറുണ്ട്. അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നടു പിടിച്ചു. നിനക്ക് 1.5 അല്ല, 1/2 ലിറ്റർ ഞാൻ തരും. 1/2 ലിറ്ററാ? നീ കേറി വാ. നിന്റെ അടുത്താ? അല്ലടാ വാടാ. എടാ, ഈ ഫോട്ടോ വെച്ചിരുന്ന് അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ. വാ വാ. ഞാൻ അതേ വന്നേട്ടാ. സാബുവനെ, എന്താണ്? ഫോണിൽ കളിച്ച് ജയിക്കാതെ ആ പ്ലാവിന്റെ കമ്പ് കയറി വെട്ടിയേ. പ്ലാവിന്റെ കൊമ്പ നീ പിടിച്ചേ? വീട്ടിലൊരു തന്തയില്ലേ, 2 ആളും കൂടി കയറി അങ്ങോട്ട് പറ്റിയാ മതിയേട്ടാ. ബീവറേജ് തുറന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നെ ഉണ്ട്. 1.5 പെഗ് തന്നിട്ട് ഏതും തൊട്ടുണ്ടാക്കി നിക്കണ തേണ്ടി പുറത്തുമില്ലട്ടാ. എന്റെ പൊന്നെ, ഓ ഇത് മതി. ബാക്കി എൻ്റെ തെണ്ടി എല്ലാം കുടിച്ച് തീർക്കും. വിനു, ആ അളിയ, നീ പിന്നെ ചെറുതായ സാധനല്ലേ? സാധനമുണ്ട്. ആ പിന്നെ നീ പുറകിലോട്ടുന്നോ, ഞാൻ സാധനത്ത് അങ്ങോട്ട് വരാം. ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ. ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, നീ ചെല്ല്. എടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നോട്ടാ. പറമ്പിലെ കൊടുത്തല്ലോ, എവിടെയെങ്കിലും നിൽക്കാം. നീ വേഗം വാട്ടാ. ആ കിണറ്റിലൊന്നും പോയി ചാടല്ലട്ടാ. അത് കൂട്ടുകാരനാ. ഒരു കൂട്ടുകാരൻ നിന്റെ പെങ്ങളെ കൊണ്ട് പോയിട്ട് മതിയായില്ലല്ലേ? സാബുനെ സാധനം കണ്ടാ? നിങ്ങള് അമൃതാണ്, അമൃത്. റമ്മണല്ലേ? ആ എന്താടാ? എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളും എവിടെയായിരുന്നു? എന്നോടല്ലേ? 24 ദിവസമായി കണ്ടിട്ട്. അളിയാ, നീ കരയാണാ? ആനന്ദ കണ്ണീര്, ആനന്ദ കണ്ണീര്. ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ? അടിക്കളിയാ. ഓച്ചോ വെള്ളമൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എങ്ങനെണ്ടാ? നീ എന്താ പണിന്ന് പറഞ്ഞില്ല? നീ ഒന്നൂടെ അടിച്ചേ, പറയാടാ. അടിക്കാം, കൊഴപ്പൊന്നുമില്ല. ഏയ് അടി, പറയാന്ന്. ഭയങ്കര അടങ്ങേറ് പിടിച്ച പണിയാണല്ലത്. എക്സൈസുകാരിക്കിട്ട് പണി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തരും എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ, ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ? അത് പറ. അപ്പൊ നമ്മള് മതി. ആര ബ്രേക്കാ പൊട്ടിക്കണ്ടത്? അളിയാ, ഞാൻ നയിച്ചിട്ടുണ്ട്. ചവിട്ട് തീർക്കാന്ന് പറഞ്ഞില്ലേ? ഇതിന് 1/2 ലിറ്റർ തന്നില്ല. എന്തൊരു കഷ്ടം. വല്ലതും നടന്നാ? എല്ലാം അടിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ വണ്ടി സ്റ്റാർട്ടാവൂലേ? വണ്ടിയൊക്കെ സ്റ്റാർട്ടാവും. ആളോടിയ എന്നെ കുറ്റം പറയാൻ എനിക്ക്.
സാമോനെ, എന്താണ്? നിന്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ? അല്ല അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും? എന്റെ പൊന്നളിയാ, പണിതത് എക്സൈസ് ജീപ്പിലാണ്. നീ ഫോണും ചെയ്യണ്ട. നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം. പിന്നെ പോലീസുകാരുണ്ട്, കുടിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു പോട്ടാ. എടി കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാന്ന്. എന്നാ പോ. പോലീസുകാരൊരു ഒതുക്കൊരു മാങ്ങാത്തലില്ല. ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി കുടിക്കാൻ കിട്ടില്ല. ഈ കുടിച്ചോന്നും പോരെ. എന്റെ ബാക്കിലൊരു ഇരിപ്പുണ്ടോ? എന്റെ ഒരു തേങ്ങയില്ല. നീ വണ്ടി കേറ്. നീ വണ്ടി വിട്ടെ. എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എന്താണെന്നറിയോ? ആ, പാരസെറ്റമോളിൽ സോഡ എടുത്ത് കുടിച്ചാൽ മൂടാവുന്നു. ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും. നീ പോവാന്ന് എന്നെ പറ്റിച്ചത്. ചത്ത് പോവട്ടളിയാ. നീ വിട്ടോടാ, ഞാൻ ആ ജീപ്പ് എടുത്തിട്ട് വരാം. ഇതൊന്നും റെഡി ആയിട്ടാണ് കൊപ്പി തപ്പാ. ആയിക്കോട്ടെ. എന്താടാ, വണ്ടി റെഡിയല്ലേ? എപ്പോഴേ റെഡി. ഞാൻ പണിതുകൊണ്ട് പറയാല്ലോ കേട്ടോ. കേറി ഇരുന്ന സാറിന് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അമ്മാതിരി പെർഫോമൻസ് അല്ലേ? ആണോ? ആ നോക്കട്ടെ. അയ്യോ, സാർ ആ കാലം തൊടുത്ത് തൊഴിച്ചേ. ഞാൻ അവന്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ. കത്തിച്ചു വിട്ടോ സാറേ. ആ ആക്സിലേറ്റർ സ്മൂത്തായി. സ്പീഡും കൂടുതലാണല്ലോ. ഒന്ന് വേഗം ഔട്ടർ വാസു. ഹലോ കുമാരേട്ടാ, സാബുവിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. 2 കാലം ഓടിച്ചു. അപ്പോൾ നാളെ 4 മണി ഉറുമ്പുംകുന്ന്. ഓക്കെ. ആ വിനോ വിളിച്ചേ, നാളെ 4 മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പുംകുന്നിൽ വരാന്ന്. കുമാര, നമ്മുടെ പുറകില് കരിക്ക് സത്യണ്ട്. ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ വഴി? എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്നേ. എന്താ വീട്ടറേ ഫയല്? എന്റെ പൊന്ന് സാറേ, ആ വീഡിയോ പുറത്തിറങ്ങിയ സാറ് നാറൂട്ടാ. നമ്മൾ പോലീസ് പറത്തി വിട്ട ഡ്രോൺ ഏതോ ഒരുത്തിന് അടിച്ചു വീട്ടിന് വീഡിയോ എടുത്ത് പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ. ഞാനെന്ത് ചെയ്യൂ? സാറിനൊന്ന് കണ്ണടക്കാൻ പറ്റും? വെറുതെ എല്ലാം റോക്കറ്റ് വേണമെന്ന് വിളിക്കണം സാറേ. അങ്ങനെ കണ്ണടക്കാനല്ല പറഞ്ഞത്. പിന്നെ നിയമത്തിന് നേരെ സാറിനൊന്ന് കണ്ണടക്കാൻ പറ്റുമോ? കണ്ണടച്ചാൽ ഡ്രോൺ വാങ്ങാനുള്ള കാശുണ്ടാക്കാം. അത് കഴിക്കൂലോ? ഒരിക്കലും അല്ല. വേണമെങ്കിൽ നമുക്കിതിനെ ചാരിറ്റി എന്ന് പറയാം. മനസ്സിലായില്ല. മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു യുവാവിന് അവന്റെ ചേട്ടൻ ഗോഡ്സൺ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോഡ്സന് പ്രൊട്ടക്ഷനായി നമ്മൾ പോണം. ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യാൻ എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം. അത്രയുള്ള സീൻ. കാരണം എക്സൈസിന്റെ കയ്യിൽ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും. ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ്. എന്നാലും അതൊരു കൈക്കൂലല്ലടോ? ഒരിക്കലുമല്ല. മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി കാണിക്കുന്നൊരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം, വേറൊരു ചാരിറ്റി. അത്രേ ഉള്ളു. ചാരിറ്റിയാണല്ലേ? ആ കുഴപ്പമില്ലല്ലേ? ഏയ്, ഉറപ്പായിട്ടും സാർ ഇത് ചെയ്യണം.